തിരുവനന്തപുരം കിളിമാനൂരിൽ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയവരെ ഉടമകൾ മർദ്ദിച്ചുവെന്ന് പരാതി. കൊട്ടാരക്കര സ്വദേശികളായ ആശിഷ്, ഭാര്യ ഷബ്ന, മക്കൾ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തിനാണ് മർദ്ദനം? ഹാഷ്മി, എന്തായാലും ഈ കുടുംബം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. കൊട്ടാരക്കര സ്വദേശികളാണ് ഇവർ. ഈ ശബ്നം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഈ ഭർത്താവ് ആശിഷ് കൊട്ടാരക്കരയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇവർ രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് കിളിമാനൂർ തട്ടത്തുമലയിലുള്ള വാഴോട്ട് ഹോട്ടൽ എന്ന ഈ തട്ടുകടയിലെത്തി ഭക്ഷണം കഴിക്കാൻ കയറുന്നു. ഈ അകത്ത് കയറിയ സമയത്ത് അവർ ഓരോരുത്തരും ഓരോരോ ഭക്ഷണം പറഞ്ഞു, ദോശയും പൊറോട്ടയും ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഈ കഴിക്കാൻ ചമ്മന്തി ചോദിച്ചപ്പോൾ ആദ്യം അവിടുത്തെ ജീവനക്കാർ ചമ്മന്തി ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് അവിടുത്തെ ജീവനക്കാരൻ ദേഷ്യത്തോടെ ഈ ഒരു തൊട്ടിയിൽ കൊണ്ടുവന്ന് ഈ ചമ്മന്തി മേശപ്പുറത്ത് ബലമായി ഉറപ്പിച്ച് അടിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് ചോദ്യം ചെയ്തതാണ് പിന്നീട് തർക്കത്തിലേക്ക് എത്തിയത്. പിന്നീട് ഇവർ ഇവിടുന്ന് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു കുടുംബം പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ ജീവനക്കാർ ഇവരെ തടഞ്ഞു. ഭക്ഷണം നിങ്ങൾ വേണ്ടെന്ന് പറയാൻ അങ്ങനെ പറ്റില്ല, നിങ്ങളതിന് പണം നൽകിയിട്ടേ പോകാവൂ, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുക, നിങ്ങൾ പോലീസിനെ വിളിക്കൂ, നിങ്ങൾ ഇത്തരത്തിൽ മോശമായി പെരുമാറിയത് ശരിയല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. പിന്നീട് ഈ ജീവനക്കാർ ചേർന്ന് ഇവരെ മർദ്ദിച്ചുവെന്നാണ് പരാതി. എന്തായാലും ഇവർ പരാതി കിളിമാനൂർ പോലീസിൽ നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കര സ്വദേശികളാണ് ശബ്നം, ആശിഷ് എന്നിവരാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അല്ല, ഈ കുടുംബമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭാര്യ മക്കളൊക്കെ ഉള്ളപ്പോൾ മർദ്ദിക്കാൻ ഉടമയ്ക്ക് തോന്നിയെന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്. അല്ലെങ്കിലും കഷ്ടമാണ്. എങ്കിൽ കൂടിയും ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവരോട് ഒരു ബഹുമാനം എപ്പോഴും കാണിക്കാറുണ്ട് എല്ലാവരും. ഹാഷ്മി, അങ്ങനെയാണ്. ഈ ദൃശ്യങ്ങളുണ്ട്. അതായത് ഈ ദൃശ്യങ്ങളിൽ ഈ ഹോട്ടൽ ഉടമയും അവിടുത്തെ ജീവനക്കാരും ഈ കുടുംബത്തോട് കയർക്കുന്നതും അപമര്യാദയായി പെരുമാറും, അതായത് കയർക്കുന്നത് ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നതൊക്കെ കാണാം. ഈ മർദ്ദിച്ചതായി പറയുന്നത് ദൃശ്യങ്ങളിലില്ല, പക്ഷേ ഇവർ പരാതിയിൽ പറയുന്നുണ്ട് മർദ്ദിച്ചു. അതായത് ഷർട്ടിൽ തൂക്കിയെടുക്കുകയും, അതായത് ആശിഷിൻ്റെ ഷർട്ടിൽ തൂക്കിയെടുക്കുകയും ദേഹത്ത് മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളില്ല. ഇവർ ഈ കടയ്ക്കകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുകയും കടയുടമകൾ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരും ചേർന്ന് ഇവർ അസഭ്യം പറയുന്നതും ഏതാണ്ട് ഈ ദൃശ്യങ്ങളിലുണ്ട്. ഏതാണ്ട് 2 മിനിറ്റോളം ദൈർഘ്യമുള്ള ദൃശ്യങ്ങളായിരുന്നു ഇത്. അവിടെ മറ്റുള്ളവർ കടയിലുണ്ടായിരുന്ന മറ്റുള്ളവരാണ് ഈ ദൃശ്യം പകർത്തിയത്. ഇവർ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാധനം, അതായത് ഭക്ഷണം ചമ്മന്തി കൊണ്ടുവച്ച രീതി, അതാണ് ഇവർ ചോദ്യം ചെയ്തത്. അതായത് ആർക്കോ വേണ്ടി കൊണ്ടുവച്ചതെന്നതുപോലെയായിരുന്നു ഇവർ ചോദിച്ചപ്പോൾ കൊണ്ടുവച്ചത്. അത് ഈ കുട്ടികളുടെ മുന്നിലായിരുന്നു ഈ തൊട്ടി കൊണ്ടുവച്ചത്. അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്തപ്പോൾ അവിടെ നിന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് തർക്കമാവുകയും പിന്നീട് മർദ്ദനത്തിലേക്ക് എത്തിയതെന്നും പറയുന്നു. മർദ്ദിച്ചു എന്നൊരു ആരോപണമാണ് ഉള്ളത്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പരാതിയുടെ എല്ലാ വശങ്ങളും അന്വേഷിക്കട്ടെ. എന്താണ് തർക്കത്തിന് കാരണം, മർദ്ദനം ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ പോലീസ്.